JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്ത്രീ ജാതകത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹ സംബന്ധമായിട്ട് പലർക്കും ഒരുപാട് സംശയങ്ങളും പലതും ചോദിക്കുന്നത് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുമാണ്. ഇപ്പോൾ ദേവഗണവും അസുരഗണവും തമ്മിൽ ഇപ്പം 10 പൊരുത്തമുള്ളതിൽ ഏതെങ്കിലും ഒരു പൊരുത്തം ഒന്ന് മോശമായി എന്നതുകൊണ്ട് തന്നെ ദേവഗണവും അസുരഗണവും അല്ലേ ഇത് കല്യാണം കഴിക്കാൻ കൊള്ളാമോ? അതുപോലെ ഓരോ വിഷയങ്ങളും, കുട്ടികളുടെ കാര്യങ്ങൾ, സന്താനം, ഭാവിയിൽ കുട്ടികളുണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നു, ശരിയാണോ? അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭർത്താവുമായിട്ട് യോജിച്ച് പോകത്തില്ല, ഇങ്ങനെ പലരും. അതുപോലെ തന്നെ ഈ പാപസാമ്യത്തെ സംബന്ധിച്ചാണെന്ന് വരികയും ഊഹാപോഹങ്ങളിൽ ലഗ്നം 2, 4, 7, 8, 12 ഇങ്ങനെയുള്ള ആ ഒരു രീതിയിൽ പാപഗ്രഹങ്ങൾ 7ലോ 8ലോ പാപന്മാർ നിന്ന് കഴിഞ്ഞാൽ ഉടനെ വിവാഹം നടക്കത്തില്ല, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഇങ്ങനെ ഒരുപാട് ആവലാതികളും പ്രശ്നങ്ങളുമൊക്കെ ഈ രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അപ്പോൾ ഈ കൂടുതലും പേര് സ്ത്രീജാതകത്തിലെ കാര്യങ്ങളാണ് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടുകാരും ചോദിക്കും, അതുപോലെ തന്നെ ആൺകുട്ടിയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ വീട്ടുകാരും ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീക്കും പുരുഷനും അത്ര വലിയ പ്രശ്നമുള്ളൂ എന്ന് വെച്ചാൽ വീട്ടുകാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ വിവാഹം കഴിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നത്. ഇവിടെ ഈ പൊരുത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊരുത്തം എന്താണെന്ന് ചോദിച്ചാൽ, അത് രണ്ടുപേരും തമ്മിലുള്ള മനപ്പൊരുത്തം തന്നെയാണ്. അതുണ്ടെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അപ്പോൾ പലർക്കുമുള്ള ആ സംശയങ്ങൾ അത് ഇവിടെ ഒന്ന് പരിഹരിക്കാനും അതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ഇതിൽ. ഓരോരുത്തർക്കും ഈ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ കുറ്റവും കുറവും ഒക്കെ കാണും. ഏത് മനുഷ്യനായാലും മറ്റുള്ളവർ നോക്കുമ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ചിന്താഗതിയോ അല്ലെങ്കിൽ സംസാരമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ തൊഴിലോ, അങ്ങനെ പല കാര്യങ്ങളും കാണാം. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും ചികഞ്ഞെടുത്ത് അതെല്ലാം കണക്കാക്കി ഒന്നും വിവാഹം നടത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു കാര്യമല്ല. ഏറെക്കുറെ അവർ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളത് പരസ്പരം അറിയാവുന്നവരാണ്. അവർക്ക് പെട്ടെന്നുള്ള ഒരു ആവേശത്തിൻ്റെ അറിവല്ല, അല്ലാതെ കുറേ കാലമായിട്ട് അറിയാം അവർ തമ്മിൽ, അല്ലെങ്കിൽ ആ വീട്ടുകാരെ അറിയാം, ആ പയ്യനെ അറിയാം, അല്ലെങ്കിൽ കൊച്ചിനെ അറിയാം. അങ്ങനെ ഉണ്ടെന്ന് വരികയിൽ അതിനകത്ത് പിന്നെ കൂടുതൽ തുറക്കുന്നത് എന്തിനാ എന്നാണ് എനിക്ക് ചോദിക്കുക. ഇപ്പോൾ ഈ ലഗ്നത്തിൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ജാതകം, അതായിരിക്കും ഈ പാപസാമ്യത്തിനായാലും പൊരുത്തത്തിനായാലും 2 വീട്ടുകളുടെയും കൂടെ വാങ്ങിച്ച് ഏതെങ്കിലും ജ്യോതിഷന്മാരുടെയും കൊടുത്തിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിലായാലും സൈറ്റിലായാലും ഒക്കെ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ലാ എന്ന് എഴുതിയിരിക്കുന്നതാണ് ജനിച്ച രാശി അല്ലെങ്കിൽ ലഗ്നം. അപ്പോൾ ഈ ലായുടെ പ്രത്യേകതയും അതുപോലെ തന്നെ ഈ ലഗ്നത്തിൽ ഓരോ ഗ്രഹങ്ങൾ വന്നാലുള്ള ഫലവും എന്താണെന്ന് ആദ്യം ഒന്നറിയണം. അതാണല്ലോ ജനിച്ച രാശി എന്ന് പറയുന്നതാണല്ലോ ലഗ്നം. അപ്പോൾ ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീ വളരെ സുഖം അനുഭവിക്കുന്നവളും സുന്ദരിയുമായിരിക്കും എന്നുള്ളതാണ്. ഇനി ചന്ദ്രൻ മാത്രമാണ് നിൽക്കുന്നതെങ്കിലോ, ലഗ്നവും ചന്ദ്രനും ഒരു രാശിയിൽ നിന്നാൽ ഭർത്താവിനെ നല്ലതുപോലെ സന്തോഷിപ്പിക്കുന്നവളായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വളരെയേറെ ഇഷ്ടത്തോടു കൂടി യോജിച്ച് ദീർഘകാലം പോകും എന്നുള്ളതാണ്. ലഗ്നത്തിൽ വ്യാഴവും ബുധനുമാണ് നിൽക്കുന്നതെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവും അതുപോലെ തന്നെ വ്യക്തമായ ധാരണയും ഉള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരിക്കും എന്നുള്ളതാണ്. ലഗ്നം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും ജനിച്ച രാശി, ജനനസമയം അനുസരിച്ച് നിൽക്കുന്ന ആ രാശിയാണ് പറയുന്നത്. അപ്പോൾ ആ ലഗ്നം എന്ന് പറയുന്നത് ശരീര ഗുണദോഷങ്ങളും വ്യക്തിയുമൊക്കെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങളുടെ, അതായത് ബുധന്, വ്യാഴം, ശുക്രന്, ഇവരുടെയൊക്കെ ദൃഷ്ടിയും അതുപോലെ ലഗ്നത്തിൻ്റെ നവാംശകത്തിൽ ഈ ബുധനും വ്യാഴവും ശുക്രനും ഇവരുടെയൊക്കെ ഈ ശുഭന്മാരുടെയൊക്കെ ഒരു സാന്നിധ്യം ഉണ്ട് എങ്കിൽ, അങ്ങനെ വന്നാൽ ആ സ്ത്രീ നല്ല ഗുണവതിയും, അതായത് നല്ല സ്വഭാവം ഉള്ള വ്യക്തിയും അതുപോലെ സൽസ്വഭാവിയും സുന്ദരിയും ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണം പറയുന്നത്. പിന്നെ ചൊവ്വയുടെ ക്ഷേത്രമായ മേടം വൃശ്ചികം രാശി ലഗ്നമായിട്ട്, ഇപ്പോൾ മേടത്തിലോ വൃശ്ചികത്തിലോ ലഗ്നരാശി വരാൻ, ജനിക്കുന്ന രാശി അങ്ങനെ വരാം. അങ്ങനെ വരികയും ആ മേടത്തിലോ വൃശ്ചികത്തിലോ ചന്ദ്രനും ബുധനും വ്യാഴവും നിന്നാൽ ആ സ്ത്രീ ധനവതിയും സുഖമായി ജീവിക്കുന്നവളും ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ മേടം വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ രാശി. അപ്പോൾ പലർക്കും ഈ ചൊവ്വ എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര ഭീകര സത്വമാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. ഇനി മേടം വൃശ്ചികം ലഗ്നമായി അവിടെ ചന്ദ്രനും ശുക്രനുമാണ് നിൽക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും അന്തസ്സായിട്ട് നോക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു ആളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ
ചില പ്രവർത്തികളെ, അതായത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെയും അതുപോലെ തെറ്റായി തോന്നുന്ന കാര്യങ്ങളെയും അത് തെറ്റാണെന്ന് പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി ആ വ്യക്തിക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ലഗ്നത്തിൽ വ്യാഴം തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ബുദ്ധിമതിയും ധനവതിയും അതുപോലെ തന്നെ സൗഭാഗ്യവതിയും നല്ല സന്താനങ്ങൾ ഉള്ളവളും ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും എന്നുള്ളതാണ്. ഇനി കർക്കിടക ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ആ സ്ത്രീ ഉത്തമയും സുന്ദരിയുമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ കർക്കിടകം ലഗ്നമായിട്ട് ചന്ദ്രൻ നിന്നാൽ എന്ന് ഞാൻ പറഞ്ഞത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ പിന്നിലുണ്ട്. ഈ കർക്കിടകൻ രാശിക്കൂറുകാർ, കാരണം കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പുണർതം പൂയം ആയില്യം ഈ നാളെ, പ്രത്യേകിച്ച് ഈ ആയില്യം നാളെ പൂയം നാളെ ഇതൊക്കെ നക്ഷത്രദോഷം ഉള്ളതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാളിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ 9 നാളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ നാളിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പറയും ആ പെണ്ണിനെ വേണ്ട, അങ്ങനെയുള്ള പെണ്ണിനെ വേണ്ട, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ടാണ് ഇവിടെ ഞാനിത് പ്രത്യേകം പറഞ്ഞത്, കർക്കിടക ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്നാൽ ആ സ്ത്രീ ഉത്തമയും സുന്ദരിയുമായിരിക്കും എന്നുള്ളത്. ഇനി ഭർത്താക്കന്മാരുടെ വിവരം, ഇതിപ്പോൾ ജനിച്ച രാശി എന്ന് പറയുമ്പോൾ സ്ത്രീജാതകത്തിലെ ആ വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി 7ാം രാശിയെ സംബന്ധിച്ച്, അതായത് പങ്കാളി അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെ ഉള്ള വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 7ാം രാശിയാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അതാണ് കളത്രസ്ഥാനം. സ്ത്രീജാതകത്തിൽ ലഗ്നത്തിൻ്റെ 7ാം രാശിയിൽ ജനിച്ച പുരുഷനോ ലഗ്ന നവാംശകം ചെയ്ത് നിൽക്കുന്ന രാശിയിലോ ലഗ്നമായി ജനിച്ച പുരുഷനോ ഏറ്റവും ഉത്തമനാണ് എന്നുള്ളതാണ്. കാരണം 7ാം ഭാവം കളത്രസ്ഥാനമാണ്. അപ്പോൾ 7ാം രാശിയിൽ സ്ത്രീയുടെ ജാതകത്തിൻ്റെ അല്ലെങ്കിൽ ജനിച്ച രാശിയുടെ 7ാം രാശിയിൽ ഒരു പുരുഷൻ ജനിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പുരുഷനെയാണ് ലഭിക്കുന്നത് എങ്കിൽ, അതുപോലെ ലഗ്നം നവാംശകം ചെയ്ത് നിൽക്കുന്ന രാശിയിൽ അങ്ങനെയുള്ള രാശിയിലാണ് ആ പുരുഷൻ ജനിച്ചത് എങ്കിൽ ആ വ്യക്തി ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമനായ അല്ലെങ്കിൽ നല്ല ഒരു ഭർത്താവായിരിക്കും എന്നുള്ളതാണ്. പല കാര്യത്തിലും അവർക്ക് ഐക്യവും ഏകാഭിപ്രായവും ആ ഒരു ഒരുമയും ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യം വളരെ സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ്. ഇനി 9ാം ഭാവാധിപനും വ്യാഴവും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 9 എന്ന് പറയുന്ന ഭാഗ്യാധിപൻ എന്ന് പറയുന്ന ഒരു ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ അതുപോലെ തന്നെ സന്താനങ്ങൾ 5, 9 ഈ ഭാവങ്ങൾ സന്താനങ്ങളുടെ കൂടി ഉള്ള ഒരു ഭാവമായതുകൊണ്ട് 9ാം ഭാവാധിപനും വ്യാഴവും ഇഷ്ടസ്ഥാനത്തല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ പല വിഷമതകളും അവരെ അഭിമുഖീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി 9ാം ഭാവാധിപനും വ്യാഴവും ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ, അതായത് 1, 4, 7, 10 രാശിയിലോ അല്ലെങ്കിൽ 5, 9 രാശിയിലോ നിൽക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രവും ത്രികോണവും എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ദീർഘമംഗല്യവും ധനലാഭവും സുഖവും അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനി 9ാം ഭാവാധിപനും വ്യാഴവും ബുധനോട് ചേർന്ന് അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഭർത്താവ് നല്ല വിദ്യാഭ്യാസമുള്ള ആളും വിദ്വാൻ എന്നാണ് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസ സമ്പന്നനായിരിക്കും, അതുപോലെ തന്നെ നല്ല വ്യക്തിത്വമുള്ള ആളും ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി 9ാം ഭാവാധിപനും വ്യാഴവും ശനിയോടോ ചൊവ്വായോടോ ചേർന്ന് നിന്നാൽ ഭൂസ്വത്ത് ധാരാളമുള്ള വ്യക്തിയോ നല്ല കൃഷിക്കാരനോ ആയിരിക്കും ഭർത്താവായി വരുന്ന വ്യക്തി എന്നുള്ള. ഈ ശാസ്ത്രം വളരെ പഴയതായതുകൊണ്ടാണ് ഈ ഭൂസ്വത്തും കൃഷിയൊക്കെ വരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്നോ അല്ലെന്ന് വരികയില്ല, അതുപോലെ ഷെയർ മാർക്കറ്റെന്നോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാം. 9ാം ഭാവാധിപനും വ്യാഴവും രാഹുവിനോടോ കേതുവിനോടോ ചേർന്ന് നിന്നാൽ ഭർത്താവിനെ സംബന്ധിച്ച് പറയുമ്പം അദ്ദേഹത്തിന് ഒരു വക്രബുദ്ധിയുള്ള വ്യക്തിയായിരിക്കും എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. ഇനി 7ൽ സൂര്യനാണ് നിൽക്കുന്നത് എങ്കിൽ പ്രത്യേകിച്ചും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വിരക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അവരുടെ ആ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ അനുഭവം കൊണ്ട് തോന്നുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും ആകാം എന്നുള്ളതേ ഉള്ളൂ. 7ൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ വിവാഹശേഷം അധികം താമസിയാതെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പരസ്പരം എതിർക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുക,
എന്നൊക്കെയുള്ള അത് പരസ്പരം അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് ചിന്താഗതിക്കാരായിരിക്കും എന്നുള്ളതാണ്. അത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നതാണ്. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നല്ലതിനെ മാത്രം അങ്ങ് പൊക്കി പിടിച്ചാൽ പോരാ. മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ആ മോശമായ അനുഭവത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുകൂടി നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. ഇനി 7 ബുധനാണ് നിൽക്കുന്നതെങ്കിൽ നല്ല കാര്യശേഷിയുള്ള അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ എന്തിനും കൊള്ളിക്കാവുന്ന ഒരു ആളായിരിക്കും. അതുപോലെ തന്നെ സാധുവായ ഒരു ഭർത്താവ് എന്നും പറയും. അങ്ങനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ എടുത്തിയാട്ടക്കാരനോ വലിയ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളോ കോപിക്കുന്ന ഒരു പാവം എന്ന് പറയുന്ന അതേ ഒരു രീതി എന്ന് ഉദ്ദേശിച്ചാൽ മതി. 7 വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ യോഗ്യനായ ഭർത്താവും സമ്പത്തും ഗുണവും സുഖവും എല്ലാം ലഭിക്കും എന്നുള്ളതാണ്. ഇനി 7 ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ഭർത്താവ് കലാകാരനോ അതുപോലെ തന്നെ ധനവും പ്രൗഢിയും സുഖവും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. കാണാൻ നല്ല സുന്ദരനായിരിക്കാം. ഈ ശുക്രനെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിലോ 7ാം ഭാവത്തിലോ ഒക്കെ ശുക്രൻ്റെ ഒരു സാന്നിധ്യം വരിക എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും കാണാൻ നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പുരുഷ ജാതകത്തിൽ 7ലെ ശുക്രൻ അത്ര നല്ലതല്ല എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീ ജാതകത്തിൽ 7 ശുക്രൻ എന്നാൽ ഭർത്താവ് സുന്ദരനും കലാകാരനും ധനവും പ്രൗഢിയും സുഖവും ഒക്കെ നൽകുന്ന ഒരു നല്ല വ്യക്തി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അവരുടെ ജീവിതവും സുന്ദരമായിരിക്കും. 7 ശനി നിന്നാൽ ഭർത്തൃസുഖം കുറവായിരിക്കും എന്നുള്ളതാണ്. വളരെ പ്രായവ്യത്യാസമുള്ള വ്യക്തിയോ അഥവാ രോഗിയോ മദ്യപാനിയോ അങ്ങനെയൊക്കെയുള്ള ആളായിരിക്കാം. അതാണ് ഈ 7 ശനി വരുമ്പോഴുള്ള ആ ഒരു ഭർത്താവിൻ്റെ മോശമായ അവസ്ഥ എന്ന് പറയുന്നത്. 7ലെ ശനിക്ക് വേറെ പാപങ്ങളുടെ ഏതെങ്കിലും പാപഗ്രഹത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള ബന്ധം കൂടി വന്നാൽ ആ ശനിയെ കുറെ കൂടി ബലവാനാക്കുക, അതായത് പാപഗ്രഹങ്ങളുടെ ബലം കുറെ കൂടി കൂടുകയാണെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്നുള്ളതായിരിക്കും കൂടുതലും. കാരണം വിവാഹം കഴിക്കാതെ എത്രയോ പേര് വിവാഹം വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി 7 ബുധശുക്രന്മാർ നിൽക്കുക. അങ്ങനെ വന്നാൽ അഥവാ ബുധശുക്രന്മാർ 7 നവാംശകം ചെയ്ത് നിന്നാലും മതി. അങ്ങനെ വന്നാലും യോഗ്യനും നല്ല കഴിവുള്ള വ്യക്തിയുമായിരിക്കും ഭർത്താവ് എന്നുള്ളതാണ്. ഇനി 7ാം ഭാവം മകരൻ രാശിയായിട്ട് അവിടെ ശനിയും ചന്ദ്രനും നിന്നാൽ അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ സന്താനഭാവത്തിന് ഒരു ചെറിയ കുറവുണ്ടാകും, അല്ലെങ്കിൽ ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. 7ാം ഭാവം ചരരാശിയായിട്ടാണ് വരുന്നതെങ്കിൽ ഭർത്താവ് ദൂരെയുള്ള ആളായിരിക്കാനാണ് സാധ്യത. ഈ ചരം സ്ഥിരം ഉഭയം എന്ന് പറയുന്നത്, ചരം എന്ന് പറയുന്നത് ദൂരെയുള്ളതും അതുപോലെ സ്ഥിരരാശി എന്ന് പറഞ്ഞാൽ പരിസരത്തുള്ളതും ആ തൊട്ടടുത്തും അതുപോലെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ദൂരം അങ്ങനെയൊക്കെ ഉള്ളത് ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ താലൂക്കിലോ ആ ഒരു 2, 3, 4, 5 കിലോമീറ്റർ ചുറ്റളവിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന അറിയുന്ന ആൾക്കാരെന്നുള്ളതാണ്. ഇനി ഉഭയരാശിയാണെങ്കിൽ അധികം ദൂരെയുമല്ല എന്നാൽ അധികം അടുത്തുമല്ല എന്നുള്ളതാണ്. ചരരാശിയാണെങ്കിലാണ് ദൂരെ നിന്നുള്ള ഏതെങ്കിലും ബന്ധം വരിക. ഈ ദൂരെ നിന്ന് വരിക എന്ന് പറയുന്നത് ഒന്നുകിൽ ദൂരെ ജനിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് ദൂരെ ആയിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി 7ാം ഭാവം ബലഹീനമായും ശൂന്യമായും, ഇപ്പോൾ 7ാം ഭാവത്തിന് വലിയ ബലമൊന്നുമില്ല, പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ദൃഷ്ടികളൊന്നുമില്ല. ഇനി പാപദൃഷ്ടിയാണ് ഉള്ളത് എങ്കിൽ ഭർത്താവ് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. എന്ന് പറഞ്ഞാൽ അവരും മിക്കവാറും ഒരു ദാമ്പത്യ ജീവിതമൊന്നും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ലഭിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാം. ഇനി 7 ശുക്രൻ്റെ നവാംശവും ശുഭദൃഷ്ടിയും വന്നാൽ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരിക്കും എന്നുള്ളതാണ്. കാരണം 7 ശുക്രൻ്റെ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെയേറെ നല്ലതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലെ ശുക്രൻ അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഇനി 7 ബലവാനായ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ഭർത്താവ് സുന്ദരനും സൗമ്യമായ സ്വഭാവക്കാരനുമായിരിക്കും. വലിയ എടുത്തിയാട്ടക്കാരനും കോപിയും പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യം വരുന്ന ആളുമൊന്നുമല്ല. 7ലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കും ഭംഗിയുള്ള ആളായിരിക്കും. ആ ചന്ദ്രന് ബലമുണ്ടെങ്കിലാണ് ആ സൗന്ദര്യത്തെക്കുറിച്ചും നേരത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. വെളുത്ത പക്ഷവും അതുപോലെ ബലമൊക്കെ ഉണ്ടെങ്കിൽ ഏറെക്കുറെ വെളുത്ത ആളായിരിക്കും, അതുപോലെ കാണാൻ നല്ല സുന്ദരനുമായിരിക്കും. സൗമ്യ സ്വഭാവക്കാരൻ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 7 സൂര്യനാണ് നിൽക്കുന്നത് എങ്കിൽ അതിന് പറയുന്നത് മൃദുരതിപ്രിയൻ എന്നാണ്. അത് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്താൽ മതി, അത് വിശദീകരിക്കുന്നില്ല. ഇനി അഷ്ടമം, കാരണം ഈ അഷ്ടമ സ്ത്രീജാതകത്തെ സംബന്ധിച്ചിടത്തോളം
എട്ടാം ഭാവം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരുടെയും വിവാഹം നടക്കാതെയും അതുപോലെ തന്നെ വേണ്ടാന്ന് വെച്ചും എത്ര നല്ല ആലോചന വന്നാലും നടക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ സൂര്യനാണ് നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അല്പം ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. അത് പല കാരണം അതിനകത്ത് വരാം. ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എത്ര വലിയ സമ്പന്നരായാലും ചില അവസരങ്ങളിൽ ചിലപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരും. അത് ഓരോ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇനി എട്ടിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ പരസ്പരം അകന്നു കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഈ അകന്നു കഴിയുക എന്ന് പറയുമ്പം ഒരാൾ വിദേശത്തും ഒരാൾ സ്വദേശത്തുമാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അകന്നാണ് കഴിയുന്നത്. 2-3 വർഷം കൂടി ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ഈ അകന്നു കഴിയുന്നതിനുണ്ട്. പിന്നെ വീട്ടുകാർ തമ്മിലോ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലോ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പണക്കം ഉണ്ടായി കുറച്ച് ദിവസം മാറി താമസിക്കുന്ന ഒരു സാധ്യതയും അതും ഈ അകന്നു കഴിയുക എന്നുള്ളതിനകത്ത് വരും എന്നുള്ളതും വേറെ കാര്യം. ഇനി എട്ടിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഭർത്താവും ദീർഘമംഗല്യവും ഉണ്ടാകും എന്നുള്ളതാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എട്ടിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ എട്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒരു നല്ല ഭാര്യയായി ഭർത്താവിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് സന്തോഷവും അനുരാഗവും ഒക്കെ ജനിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ട് തന്നെ ജീവിക്കും എന്നുള്ളതാണ്. ഇനി എട്ടിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിലോ ഭർത്താവുമായി നല്ല ഭർത്താവ് എന്നുള്ളതാണ്. കാരണമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ വളരെ യോജിപ്പും വളരെ സന്തോഷവും ലൗകിക സുഖങ്ങളും ഭൗതിക സുഖങ്ങളും ഒക്കെ തരുന്ന ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ. അപ്പോൾ അതുപോലെ തന്നെ കലാപരമായ കഴിവുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഏകദേശമൊക്കെ ഒത്തൊരുമയോടുകൂടി അവരെ ജീവിച്ചു കൊള്ളും എന്നുള്ളതാണ്. ഇനി എട്ടിൽ ശനിയാണ് നിൽക്കുന്നത് എങ്കിൽ ശനി നേരത്തെ തന്നെ അസ്ട്രോളജി പറയുന്ന ഒരു കാര്യമാണ് ദുഃഖകാരകനാണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കർമ്മദോഷം എന്ന് പറയാം. കാരണം സ്വന്തം പ്രവൃത്തിയുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൊണ്ടോ കർമ്മദോഷം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ സൂചിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദാമ്പത്യ സുഖം കുറയുക എന്നുള്ളതാണ് ഈ എട്ടിൽ ശനി വരുമ്പോഴുള്ള ഒരു പ്രത്യേകത. അതിന് 7ലെ ശനി നേരത്തെ പറഞ്ഞു, അത് ഒന്നുകിൽ പ്രായ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, അങ്ങനെ പലതും വരാം. 7 എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്ഥാനം. ഇത് അഷ്ടമത്തിലെ കാര്യമാണ് പറയുന്നത്. ഇനി ലഗ്നാധിപനായ പാവനും അഷ്ടമാധിപനായ പാവനും 8ലാണ് നിൽക്കുന്നത് എങ്കിൽ ലഗ്നാധിപനായ പാവൻ, ലഗ്നാധിപൻ ഒരു പാവനാണെന്ന് വിചാരിക്കുക, അഷ്ടമാധിപനും ഒരു പാവനാണെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും അഷ്ടമത്തിൽ അല്ലെങ്കിൽ 8ലാണ് നിൽക്കുന്നത് എങ്കിൽ ആരെങ്കിലും പറയുകയാണ് ഈ പെൺകുട്ടിക്ക് ഭർത്താവ് വാഴില്ല എന്ന് പറഞ്ഞാൽ അത് ഭൂലോക വിഡ്ഢിത്തമാണ്. ഒരു കാലത്തും ആ സ്ത്രീക്ക് വൈധവ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ബുധനും ചന്ദ്രനും 8ൽ നിന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സന്താനങ്ങളുടെ വിഷയത്തിൽ ഒരു സന്താനമേ ഉണ്ടാവും. കാകവന്തി അങ്ങനെ പല ചില പേരുകളൊക്കെ പറയുന്നുണ്ട്. ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സന്താനം ആയിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള, ഒരുപാട് കുട്ടികളൊന്നും വരത്തില്ല. അങ്ങനെ എത്രയോ ഫാമിലിക്ക് ഒരു കുട്ടികൾ മാത്രമുള്ളവരുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ശനിയോ സൂര്യനോ 8ൽ സ്വക്ഷേത്രം പ്രാപിച്ച് നിൽക്കുക ഒരു ഗ്രഹമോ 2 പേരോ, അതായത് ശനിയോ സൂര്യനോ 8ൽ സ്വക്ഷേത്രം പ്രാപിച്ച് 1ആയിട്ടോ 2ആയിട്ടോ നിന്നാലും ഒരു സന്താനമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. 8ൽ ശുഭൻ നിന്നാൽ ആ സ്ത്രീ വിധവയാകില്ല എന്നുള്ളതാണ്. കാരണം ഈ അഷ്ടമത്തിൽ ഇപ്പം 7ൽ ചൊവ്വ, ഞാനിത് പറയാൻ കാര്യം 7ൽ ചൊവ്വ നിൽക്കുന്നു അല്ലെങ്കിൽ 7ൽ വേറെ ഏതെങ്കിലും പാവൻ നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇവർ വിവാഹം കഴിച്ച് ജീവിക്കില്ല, ഭർത്താവ് വാഴത്തില്ല, ഭർത്താവ് മരിച്ചു പോകും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് 8ൽ ശുഭൻ നിന്നാൽ ആ സ്ത്രീ ഒരിക്കലും വിധവയാകില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ മരിക്കുന്ന 2 പേരും മരിക്കുന്ന കാലഘട്ടം, അതായത് ദീർഘകാലം ജീവിച്ചതിന് ശേഷം ആദ്യം ആ സ്ത്രീ മരിക്കുന്നു, അതിനുശേഷം ഭർത്താവ് മരിക്കുന്നു. അതുകൊണ്ടാണ് വിധവയാകില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതായത് ധനു രാശിയിലോ കർക്കിടകൻ രാശിയിലോ ജനിക്കും. അങ്ങനെ വരുമ്പോൾ അല്പായുസ് യോഗം ഇല്ലെങ്കിൽ ആ സ്ത്രീ ദീർഘമംഗല്യവതിയായി ജീവിക്കും എന്നാണ്. കുടുംബത്തിൻ്റെ ചുമതല ആ സ്ത്രീയുടെ പുറത്തായിരിക്കും എന്നുള്ളതാണ്. 9ാം ഭാവാധിപൻ 6ൽ നിന്നാൽ ഉള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ 9ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപനാണ്. അത് 6ാം ഭാവം ശത്രുസ്ഥാനത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലും പ്രസവ സമയത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. അത് ചിലപ്പോൾ സിസേറിയനുമായിട്ട് ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും വിഷയങ്ങളാകാം. അതായത് പ്രസവം അടുത്ത സമയത്ത്
ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതിനാണ് അത് സൂചിപ്പിക്കുന്നത്. ലഗ്നത്തിൽ വ്യാഴം, 7-ൽ ചന്ദ്രൻ, 10-ൽ സ്വക്ഷേത്രം പ്രാപിച്ച് ശുക്രൻ, ഇങ്ങനെയാണ് നിൽക്കുന്നത് എങ്കിൽ ആ സ്ത്രീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട, അതായത് താഴ്ന്ന ജാതിയിലോ താഴ്ന്ന വിഭാഗത്തിലോ താഴ്ന്ന കുലത്തിലോ താഴ്ന്ന കുടുംബത്തിലോ എങ്ങനെയായാലും ജനിച്ചാലും ശരി, അവളുടെ ഭർത്താവ് രാജ്യത്വമുള്ള ഒരു ഉന്നത വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അതായത് ലഗ്നത്തിൽ വ്യാഴം, 7-ൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ സ്വക്ഷേത്രം പ്രാപിച്ച് ശുക്രൻ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീജാതകത്തിൽ ആ പെൺകുട്ടി നല്ല ഉത്തമനായ ഉന്നതനായ അറിയപ്പെടുന്ന ഒരാളെ വിവാഹം കഴിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന പറഞ്ഞത്. ഇനിയും ബുധശുക്രന്മാർ വ്യാഴദൃഷ്ടിയോടുകൂടി 7-ലും ചന്ദ്രൻ 11-ലും നിൽക്കുമ്പോൾ ജനിക്കുന്ന സ്ത്രീ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന രാജ്ഞിക്ക് സമാനമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും എന്നുള്ളതാണ്. അത് ബുധനും ശുക്രനും വ്യാഴദൃഷ്ടിയോടുകൂടി 7-ലും ചന്ദ്രൻ 11-ലും നിൽക്കുമ്പോൾ ജനിക്കുന്ന സ്ത്രീ, നിങ്ങളുടെ ജാതകത്തിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ അറിയാം ആ പെൺകുട്ടി ഏത് നിലയിലായിരിക്കും എത്തിച്ചേരുക എന്നുള്ളത്. ഇനി ലഗ്നം കന്നിരാശിയും ലഗ്നത്തിൽ, അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന ബുധനും, കന്നിരാശിയിലാണെന്നല്ലോ ബുധൻ ഉച്ചത്തിൽ വരുന്നത്, അതിന് പരമോച്ചത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രി അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരികയും 11-ൽ വ്യാഴവും 2-ൽ ശുക്രനും 10-ൽ ചന്ദ്രനും നിൽക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ആ സ്ത്രീ ചക്രവർത്തിയായി വാഴും എന്നുള്ളതാണ്. അത് ചുരുക്കത്തിൽ ആ സ്ത്രീക്ക് അധികാര സ്ഥാനങ്ങൾ ലഭിക്കും എന്ന് ചുരുക്കം. ഇനി വിവാഹകാലത്തെ സംബന്ധിച്ച് പലരും പല അഭിപ്രായങ്ങളും, 18 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ 30 വയസ്സായ കല്യാണം കഴിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരുടെയും, പല പെൺകുട്ടികളും നല്ലതുപോലെ പഠിക്കുന്ന പല കുട്ടികളുടെയും വിദ്യാഭ്യാസം കളഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പലരും എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. കാരണം പഠിക്കാൻ താല്പര്യവും പഠിപ്പിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ നന്നായി പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു കരയിലെത്തിച്ചതിന് ശേഷം വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് പലരും പറഞ്ഞത് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 30-35 വയസ്സായ കല്യാണം നടക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിടിച്ച് കെട്ടിച്ചത് എന്ന്. ഇനി 18 വയസ്സൊന്നും ഒരു വിവാഹപ്രായം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ 15 വയസ്സിലും കെട്ടിച്ചറിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ചിന്തിക്കാതിരിക്കുക. 7-ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിലോ കേന്ദ്ര സ്ഥാനങ്ങളിലോ നിന്നാൽ 1, 4, 7, 10 അതാണ് കേന്ദ്രഭാവം. അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ വിവാഹപ്രായമാകുമ്പോൾ യഥാസമയം തന്നെ വിവാഹം നടക്കും എന്നുള്ളതാണ്. ഈ വിവാഹപ്രായം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു 23-24 വയസ്സ് മുതൽ ഒരു 26-27 വയസ്സ് വരെയുള്ള ഒരു സമയം മതി എന്നുള്ളതാണ്. കാരണം എന്തായാലും ഒരു 10-22 വയസ്സിന് ശേഷം അതുവരെയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുക, അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ് നല്ലത്. അതുപോലെ 7-ാം ഭാവാധിപൻ ലഗ്നാധിപൻ്റെ 11-ൽ നിൽക്കുക. അങ്ങനെ നിന്നാലും ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടക്കും എന്നുള്ളതാണ്. ചെറുപ്പം എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ചെറുപ്പമൊന്നും ആക്കണ്ട, ആ സമയത്ത് തന്നെ വിവാഹം നടക്കും. 7-ലോ 8-ലോ പാപൻ നിന്നാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ 7-ലോ 8-ലോ പാപൻ നിൽക്കുമ്പോൾ ഈ കാലതാമസം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞ് സമയം കളയുന്നു എന്നുള്ളതാണ്. അത് ചേരും അല്ലെങ്കിൽ ചേരത്തില്ല, ഒന്ന് ജീവിക്കും അല്ലെങ്കിൽ ജീവിക്കത്തില്ല, ഭർത്താവ് മരിക്കും അല്ലെങ്കിൽ ഭാര്യ മരിക്കും, കുട്ടികളുണ്ടാകത്തില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അത് പറഞ്ഞ് അവരെ ടെൻഷൻ അടുപ്പിച്ചാണ് ഈ പല വിവാഹങ്ങളും പിന്നെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനി ശുക്രന് പാപയോഗ ബന്ധം അല്ലെങ്കിൽ പാപമധ്യസ്ഥിതി ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിവാഹം താമസിക്കാനുള്ള സാധ്യത വരും. അങ്ങനെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ തന്നെ പറയും കുറേ നാൾ കഴിയട്ടെ, പഠിച്ചിട്ട് കിട്ടും മതി, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് മതി, ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ വരുന്നുണ്ട്. ഇനി 7-ാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിലും, അതായത് ഇഷ്ടസ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിലും വിവാഹത്തിന് സ്വാഭാവികമായിട്ടും താമസം നേരിടാം എന്നുള്ളതാണ്. നാളുകാരിയായിരിക്കും അല്ലെങ്കിൽ ഏത് നാളുകാരിയായിരിക്കും ഭർത്താവായിട്ട് ലഭിക്കുക എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിനും നമുക്ക് ഏറെക്കുറെയൊക്കെ ഉത്തരം പറയാൻ പറ്റും എന്നുള്ളതാണ്. അതിലേറ്റവും നല്ലതാണ് പറയുന്നത്. ലഗ്നാൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന രാശി, ഒരു സ്ത്രീജാതകത്തിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന രാശി, അതിൻ്റെ 7-ാം രാശി, ലഗ്നാധിപൻ നിൽക്കുന്ന രാശി, 7-ാം ഭാവാധിപൻ്റെ ഉച്ചരാശി, നീചരാശി, 7-ാം ഭാവാധിപൻ്റെ നവാംശക രാശി,
ഇതിലേതെങ്കിലും ഒരു രാശിക്കൂറായിട്ട് വരുന്ന പുരുഷനാണെങ്കിൽ, മിക്കവാറും ആയിരിക്കും, ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ്. ഇനി ശുക്രൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 7ാം രാശി ശുക്രൻ്റെ നവാംശക രാശി. ഇങ്ങനെ വന്നാലും, അതായത് ശുക്രൻ നിൽക്കുന്നതിൻ്റെ 7ാമത്തെ രാശിക്കൂറിൽ ജനിച്ച ഒരാൾ, അല്ലെങ്കിൽ 7ാമത്തെ രാശി ലഗ്നമായിട്ട് ജനിച്ച ഒരു പുരുഷൻ, അതുപോലെ ശുക്രൻ്റെ നവാംശക രാശി ആയിട്ട് ജനിക്കുന്ന ഒരു പുരുഷൻ, അല്ലെങ്കിൽ ആ കൂറിൽ ജനിക്കുന്ന ഒരാൾ, ഇവരൊക്കെ തമ്മിൽ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പരസ്പരം 7ാം രാശിയിൽ ജനിക്കുന്ന സ്ത്രീയും പുരുഷനും അവരേകദേശമൊക്കെ ഒരേ ചിന്താഗതിക്കാരും ഒരേ സ്വഭാവക്കാരും ഒരുപോലെ രണ്ടുപേരെയും പരസ്പരം ആകർഷിക്കാൻ കഴിവുള്ളവരുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമ്മൾ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടക്കുകയൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കുടുംബം അനുസരിച്ച് അവരുടെ കുടുംബമായിട്ട് യോജിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ച് ആ പയ്യൻ്റെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടാവും. ഇത്രയൊക്കെ വീട്ടുകാർ ചിന്തിച്ചാൽ പോരെ. ഇനി ഈ ദൈവഗണം അല്ലെങ്കിൽ മനുഷ്യഗണം അല്ലെങ്കിൽ അസുരഗണം എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സാത്വികം, രാജസം, താമസം, അതായത് 3 ഗുണങ്ങളെ പറ്റി. അപ്പം സത്വഗുണം എന്ന് പറയുന്നത് ഇതൊന്നും നക്ഷത്രങ്ങൾ, ഇപ്പോൾ ഒരു നാളിൽ ജനിച്ചു, ആ നാൾ അസുരഗണമായതുകൊണ്ട് ആ ആണായാലും പെണ്ണായാലും അത് അസുരഗണത്തിൻ്റെ സ്വഭാവം കാണിക്കും. അല്ലെങ്കിൽ അസുരഗണമെന്ന് പറഞ്ഞാൽ രാക്ഷസഗണമെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സ്വഭാവം കാണിക്കും, അല്ലെങ്കിൽ തമോ ഗുണപ്രധാനിയായിരിക്കും എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് അവരുടെ ജനനസമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇരിക്കും. പിന്നെ ചിലർക്ക് ചില പൊതു സ്വഭാവം കാണുമല്ലോ, അതിപ്പോൾ ഏത് നക്ഷത്രമായാലും കാണും. ചിലർ സൗമ്യ സ്വഭാവക്കാരായിരിക്കും, ചിലർ അല്പം ദേഷ്യമുള്ളവരായിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ടും പരസ്പരം അറിയുന്നവർക്കും പരസ്പരം മനസ്സിലാകുന്നവർക്കുമൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഇനി വിശദീകരിക്കാനാണെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ വിശദീകരിച്ചാലും ഇത് തീരെ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു സ്ത്രീജാതകം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സാധനം, ഒരു പെൺകുട്ടിയായാലും വിവാഹം കഴിച്ച ആളായാലും ജീവിക്കുന്ന ആളായാലും അതുപോലെ തന്നെ വിവാഹപ്രായത്തിലേക്ക് പോകുന്നവരായാലും ആരായാലും തന്നെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞവയിലുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കാടി കയറി ചിന്തിച്ച് പിന്നെ അതിന് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഏതെങ്കിലും കൊള്ളാവുന്ന ബന്ധങ്ങൾ വരുമ്പോൾ പരസ്പരം അവർ യോജിച്ചു പോകും എന്ന് രണ്ടുപേർക്കും തോന്നുക, വീട്ടുകാർക്കും തോന്നുന്നെങ്കിൽ ആ വിവാഹം അങ്ങ് ഉറപ്പിക്കുക, നടത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.